ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മന്തി സോൺ. ഇത് പരിമല പള്ളിയുടെ അവിടോട്ട് തിരിയുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള കടയാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മിക്കവാറും വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. സാധാരണ ഞങ്ങൾ 3 പേരാണ് വരാറുള്ളത്. അപ്പം ഒരാൾ ഇന്ന് ലീവും ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഞാൻ ഈവനിങ്ങോട് കൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്കൊരു അവിടെ ഇരുന്നപ്പം ഇന്ന് ഡയറ്റിംഗ് ആയിരുന്നു. അപ്പോൾ 2 ചപ്പാത്തി കൊണ്ടുവന്നായിരുന്നു. ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു വ്ളോഗ് കൊടുക്കുക, ഇതൊരു ചെയ്യാമെന്ന് കണ്ടിട്ട് വന്നതാണ്. ഇതിൻ്റെ അകം കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. നമുക്കൊരു 10-15 പേർക്ക് താഴെ നിന്ന് കഴിക്കാനും മുകളിൽ ഇതിൻ്റെ വോളിൽ ചെയ്തേക്കുന്ന പരിപാടികൾ കണ്ടോ, അടിപൊളിയാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 3-4 ഫോട്ടോസും എടുത്തു, വീഡിയോസും എടുത്തു. കാരണം എന്ന് വെച്ചാൽ എന്നും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ചത്തുപോകുമെന്നാണ് എൻ്റെ പൂർവികർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ദാരിദ്ര്യം തട്ടായിരിക്കാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെപ്പോഴേലും ഒക്കെ ഞാൻ തിരികെ കയറ്റിക്കോളാം. പിന്നെ കണ്ടോ, ഇതിൻ്റെ വോളൊക്കെ കണ്ടോ, അടിപൊളിയാണ്. നിങ്ങളെപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടൊക്കെയാണോ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്നത്? അല്ല, നമ്മൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നോക്കി വെച്ചേക്കും, എന്നിട്ട് പിന്നെ പോയി വീഡിയോ എടുക്കാറാണ് പതിവ്. പിന്നെ നിങ്ങളും ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം വൃത്തിയായിട്ടുള്ളിടത്ത് നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഭംഗിയാവും. കാരണം എന്നെപ്പോലുള്ളവരെ വൃത്തിയായിട്ട മോന്തോ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം. ഇവർ ഭിത്തിയിൽ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു ടേബിളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള വെള്ളം വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് പ്രഹസനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. അപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് മെനു കാർഡ് തന്നു. അൽഫാം കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാലും ചുമ്മാ ഒരു പ്രഹസനത്തിന് മേടിച്ചാണ്. പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി. എന്നാലും കണ്ണിയോടി ഊരത്തില്ല ഞാൻ. അപ്പോഴത്തേക്ക് സംഭവങ്ങൾ ആകടിച്ചിരുന്നപ്പോഴത്തേക്ക് ലൈറ്റ് വെട്ടി കണ്ട. അവരുടെ പ്രസൻറ്റേഷൻ വളരെ സ്റ്റൈലായിട്ടായിരുന്നു. കണ്ടോ, ഒരു കുബൂസ് ഉണ്ട്, ഒരു ചിക്കൻ്റെ ഒരു പീസുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കാലിൻ്റെ പീസ് ഇഷ്ടമല്ല, എനിക്ക് ചെസ്റ്റ് പീസാണ് ഇഷ്ടം. പിന്നെ സലാഡുണ്ട്. സലാഡ് ഉപ്പിലിട്ടതായിരുന്നു. പിന്നെ സലാഡിനകത്ത് എന്തൊക്കെയാണ്, നമ്മുടെ ക്യാരറ്റുണ്ട്, പിന്നെ ഒരു ക്യാബേജ് ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുക്കുംബറുണ്ട്. ഇത്രയുണ്ട്. പിന്നെ മയണേഴ്സ് ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. ചിക്കൻ്റെ ആ പ്രസൻറ്റേഷൻ കണ്ടോ, അത് പൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഇരിപ്പുണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ട് ഈ മുന്നേ വിശന്നിരിക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ, അത് വളരെയധികം ഭയാനകമാണ്. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ ഇനി 2-3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് അടിച്ചേ കാണിക്കാം. അപ്പോൾ ഇച്ചിരി സമയവും കിട്ടും. പിന്നെ മാക്സിമം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും 4 മിനിറ്റ് തന്നെ കൂടുതൽ വെക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ലാഗ് അടിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ 4 മിനിറ്റിന് താഴെയാണ് വെക്കുന്നത്. ഒരു നല്ലൊരു പിടിയാണ് പിടിക്കുന്നത്. നോക്ക്, ഇപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പോൾ എവിടെ പോയാലും ഇത് ചെയ്യുന്നത് കാരണം വീട്ടിലൊന്നും കള്ളത്തരമൊന്നും പറയാൻ പറ്റത്തില്ല. സമ്മതിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കൂട്ടുകാരോടാണെങ്കിലും നാളെ ചെല്ലുമ്പോഴത്തേക്ക് അവരോടാണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഛർദ്ദ ജ്യൂസ് കുടിക്കാൻ പോകുന്നതും അവരെ കൊണ്ട് അത് പോകുന്നതിനും ഒക്കെ പരാതി പറയുന്നുണ്ട്. പിന്നെ അടിപൊളിയായിരുന്നു ഫുഡ്. അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് നീങ്ങാം. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണിത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം തീർന്നല്ലോ എന്നുള്ള ഇത്. പിന്നെ ചാനൽ ചാകാതിരിക്കാനാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.